മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കഴിഞ്ഞ രാത്രിയില് ഒരു ഇൻസ്റ്റാ വീഡിയോയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ പൂർണ്ണ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമവും നരേന്ദ്രമോദിയുടെ വീഡിയോ പരിഭാഷപ്പെടുത്തി മലയാളികൾക്ക് മുന്നിലേക്ക് വെക്കുന്നില്ല എന്നുള്ളതും സകല മലയാളികളും തിരിച്ചറിയണം. ഞാൻ ഏതായാലും അദ്ദേഹം പറഞ്ഞതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അത് കേട്ട് കഴിഞ്ഞാൽ വിവേകമുള്ള ഏതൊരു മലയാളിക്കും ലളിതമാക്കി മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം സുന്ദരമായിട്ടാണ് എതിരാളികളെ കൊണ്ടുപോലും നരേന്ദ്രമോദിയെ കൈയടിപ്പിക്കുന്നത്. ഈ രാജ്യത്ത് പൊളിറ്റിക്സ് ഒന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയിരുന്ന ഒരു പുതുതലമുറയിലേക്ക് എത്രത്തോളം സുന്ദരമായ രീതിയിലാണ് അദ്ദേഹം ഇറങ്ങിച്ചൊല്ലുന്നത് എന്നുള്ളതും വ്യക്തമായിട്ട് ഈ വീഡിയോ സന്ദേശത്തിലൂടെ കാണാൻ സാധിക്കും. ഞാൻ ഏതായാലും അദ്ദേഹം പറഞ്ഞതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഹായ് കൂട്ടുകാരെ, ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നുന്നു. ജന്തർ മന്ദറിൽ സംഭവിച്ചതെല്ലാം രാജ്യവും ലോകവും കണ്ടതാണ്. ചില കുസൃതിക്കാരായ കുട്ടികൾ മോശമായ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചു. ഏതൊരു സംസ്കാരമുള്ള സമൂഹത്തിനും ചേരാത്ത തരത്തിലുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത്. എന്നെ അധിക്ഷേപിക്കുക മാത്രമല്ല ചെയ്തത്, എന്റെ അന്തരിച്ച അമ്മയെ പോലും വെറുപ്പുളവാക്കുന്ന രീതിയിൽ അധിക്ഷേപിച്ചു. എന്നാലും കുട്ടിക്കാലത്ത് തെറ്റുകൾ സംഭവിക്കാറുണ്ട് എന്ന് ഇന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുട്ടിക്കാലത്ത് തെറ്റുകൾ തിരുത്താനുള്ള അവസരവുമുണ്ട്. അതുതന്നെയാണ് ബാല്യം. അതുകൊണ്ട് സമൂഹത്തിലുണ്ടായ രോക്ഷം എനിക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ പെൺകുട്ടികൾ എങ്ങനെയാണ് ഇത്തരം ഭാഷ സംസാരിക്കുന്നത് എന്നത് ഒരു സാംസ്കാരിക ഞെട്ടലാണ്. എന്നാൽ ഈ കുട്ടികളെ ചേർത്തണച്ചു സന്മാർഗത്തിലേക്ക് നയിക്കേണ്ട സമയമാണിത്. അവർ വഴി തെറ്റിപ്പോയ കുട്ടികളാണ്. അവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ കടമയാണ്. അവർക്ക് ശിക്ഷ നൽകുകയോ കോടതി കയറ്റി ഇറക്കുകയോ സമൂഹത്തിൽ അവരെ ദ്രോഹിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ അവസ്ഥ മാറ്റാൻ കഴിയില്ല. ഞാൻ അവരോട് ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നു. സമൂഹവും എൻ്റെ ഈ വാക്ക് സ്വീകരിക്കണം. കാരണം എൻ്റെ മനസ്സിൽ ഒരൊറ്റ വികാരമേ ഉള്ളൂ. ചിലപ്പോൾ പല്ലുകൾക്കിടയിൽ പെട്ട് നാക്ക് മുറിഞ്ഞ് രക്തം വരാറുണ്ട്. എന്നാൽ നമ്മൾ പല്ലുകൾ തല്ലിക്കൊഴിക്കാറില്ല. കാരണം പല്ലുകളും നമ്മുടേതാണ്, നാക്കും നമ്മുടേതാണ്, ഈ കുട്ടികളും നമ്മുടേതാണ്. അവർക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. വഴി തെറ്റിയവർക്ക് ശരിയായ വഴി കാട്ടിക്കൊടുക്കൽ പ്രയാസമാണ്. എന്നാൽ ആ പ്രയാസകരമായ ജോലി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് വരൂ, ഞാൻ ആ കുട്ടികളോട് പറയുന്നു, കുട്ടികളെ വരൂ, നമുക്ക് രാജ്യത്തിനായി ഒന്നിച്ച് മുന്നേറാം. പുതിയ കാര്യങ്ങൾ പഠിക്കൂ, തെറ്റുകളിൽ നിന്നും പഠിക്കൂ, നിങ്ങളുടെ സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകൂ. രാജ്യം വളരെ വേഗത്തിൽ മുന്നേറുകയാണ്, ഇനിയും മുന്നേറും. നിങ്ങളുടെ വളർച്ചയും ഉറപ്പാക്കണം. അതാണ് എൻ്റെ സ്വപ്നം. ഞാൻ നിങ്ങൾക്കായി ജീവിക്കുന്നു, നിങ്ങളുടെ ശോഭനമായ ഭാവിക്കായി അധ്വാനിക്കുന്നു. വരൂ, നമുക്കൊന്നിച്ച് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. വളരെ നന്ദി കൂട്ടുകാരെ. വരൂ, തെറ്റുകളിൽ നിന്ന് പഠിക്കൂ, മുന്നോട്ട് പോകൂ. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻസ്റ്റയിൽ കഴിഞ്ഞ രാത്രിയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ പരിഭാഷപ്പെടുത്തി നിങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമവും ഏതായാലും ഈ സമയം വരെ ഇതിന്റെ പരിഭാഷയൊന്നും എടുത്ത് മലയാളികളിലേക്ക് എത്തിച്ചിട്ടില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ വിവേകമുള്ള കേരളത്തിലെ മുസ്ലിം ലീഗുകാരൻ ഓരോ മുസ്ലിം ലീഗുകാരുടെ വീടുകളിൽ, ഓരോ CPM-കാരുടെ വീടുകളിൽ, ഓരോ കോൺഗ്രസുകാരുടെ വീടുകളിൽ നിന്ന് രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് വേണ്ടി കൈയടികൾ ഉയരുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? എത്ര അടിയുറച്ച പാർട്ടി പ്രവർത്തകരായിട്ട് CPM-ലും കോൺഗ്രസിലും മുസ്ലിം ലീഗിലും ഒക്കെ മുന്നോട്ട് പോകുന്നവരും രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ ഒരു വീഡിയോ സന്ദേശത്തിന് കൈയടിക്കാതിരിക്കാൻ സാധിക്കോ? വിവേകമുള്ള മനുഷ്യരെ കുറിച്ചാണ് കേട്ടോ ഞാൻ ഈ സംസാരിക്കുന്നതൊക്കെ തന്നെ. ഏതൊരു പാർട്ടി ആയിക്കൊള്ളട്ടെ, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. തീർച്ചയായിട്ടും ഭരണപക്ഷത്തോട് യോജിപ്പും വിയോജിപ്പും ഒക്കെ വേണം. അത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ മഹത്തായ കാഴ്ചയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.
അപ്പൊ ഈ ഒരു സന്ദേശം പ്രധാനമന്ത്രി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുമ്പോ സ്വാഭാവികമായിട്ടും ഇതൊരു മഹത്തായ സന്ദേശമല്ലേ? ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യ തലസ്ഥാനത്ത് സമരം നടത്തുന്ന സമയത്ത് എന്തൊക്കെ രീതിയിലാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ പോലും അധിക്ഷേപിച്ചുകൊണ്ട് തോന്നിയത് വിളിച്ചു പറഞ്ഞില്ലേ? നരേന്ദ്രമോദിയുടെ ഫോട്ടോകൾക്ക് സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ പോലും ധരിപ്പിച്ച് മുന്നോട്ട് പോയില്ലേ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അങ്ങേയറ്റം അധിക്ഷേപിച്ചില്ലേ? ഏതൊക്കെ രീതിയിൽ ലിപ്സ്റ്റിക് പോലും ഇട്ടുകൊണ്ട്, ഏതൊക്കെ രീതിയിൽ, അതായത് നരേന്ദ്രമോദിയുടെ ചുണ്ടുകളിൽ ചായം തേച്ചുകൊണ്ട് പോലും എന്തൊക്കെ തരത്തിൽ പറയാൻ പോലും സാധിക്കാത്ത അത്ര രീതിയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആ സമരത്തിൽ, ആ കലാപത്തിൽ നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതല്ലേ? ഞാൻ എടുത്തു പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ഈ രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്താണ് നരേന്ദ്രമോദി എന്ന വ്യക്തി ഇരിക്കുന്നത്. നരേന്ദ്രമോദി എന്ന വ്യക്തിയിലും അപ്പുറം ഈ രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് വിയോജിപ്പ് രേഖപ്പെടുന്ന ഒരു തർക്കമില്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്. പക്ഷെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? ഈ രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? നമ്മുടെ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ, ആ വ്യക്തിയുടെ അമ്മയ്ക്കെതിരെ, ഒരു അമ്മയ്ക്കെതിരെ എന്നൊക്കെ പറയുന്നത് അത് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ തന്നെ തച്ചുടയ്ക്കുന്നതിന് സമമല്ലേ? ഈ മണ്ണിന്റെ സംസ്കാരത്തെ അല്ലേ പിച്ച് ചെയ്തിരുന്നത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ തലസ്ഥാന നഗരിയിൽ നടന്ന കലാപത്തില്? അതുപോലും നമ്മൾ നമ്മുടെ പുതുതലമുറയെ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രംഗത്തേക്ക് വന്നിട്ടുള്ളത് ആ മനുഷ്യരെയാണോ ഇവിടെയുള്ള ആളുകൾ രാഷ്ട്രീയ വിയോജിപ്പിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അമ്മയെ പോലും തോന്നിയത് വിളിച്ചു പറയുന്നത്, അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നത്, അദ്ദേഹത്തെ തോന്നിയതുപോലെ സ്ത്രീകളുടെ അടിവസ്ത്രം പോലും ധരിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നതല്ലേ ആ ഫോട്ടോകളിലൊക്കെ? എന്തൊക്കെ തരത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപങ്ങൾ നടത്തുന്നു, പ്രധാനമന്ത്രിക്കെതിരെ തോന്നിവാസങ്ങൾ വിളിക്കുന്നു, എന്തൊക്കെ തരത്തിൽ നമ്മൾ കണ്ടു. എന്നിട്ടും ആ മനുഷ്യൻ രംഗത്ത് വന്നിട്ട് എത്ര മഹത്തായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും രാജ്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോ വിവേകമുള്ള മനുഷ്യർ, അത് മതമോ പാർട്ടിയോ നോക്കിയല്ല ഞാൻ പറയുന്നത്, വിവേകമുള്ള സകല മനുഷ്യരും ഇതിന് കൈയടിക്കില്ലേ? ഇത് ഇദ്ദേഹത്തെ കൊണ്ട് മാത്രമേ സാധിക്കൂ. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരുപാട് പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ മാധ്യമങ്ങൾ, അതായത് സിഖുകാരെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത്, അപ്പൊ മാധ്യമ പ്രവർത്തകർ വന്ന് ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധിയോട് മാധ്യമങ്ങൾ ചോദിക്കുക, ഈ കൊലയുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിച്ച സമയത്ത് രാജീവ് ഗാന്ധി അന്ന് ആ സിഖ് കൊലയെ ന്യായീകരിച്ചിട്ട് പറഞ്ഞു, വൻമരങ്ങൾ വീഴുമ്പോൾ ഭൂമി പ്രകമ്പനം കൊള്ളുമെന്ന്. അതായത് ഒരു കൂട്ടക്കൊലയെ പോലും ന്യായീകരിച്ച വ്യക്തിയുടെ പേര് രാജീവ് ഗാന്ധി. മറന്നു. ഈ രാജ്യത്തിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോ എത്ര മഹത്തായ കാര്യമാണ് നമ്മുടെ പ്രധാനമന്ത്രി ഉയർത്തിപ്പിടിക്കുന്നത്. തന്റെ എതിരായിട്ട് വന്നിട്ടുള്ള പുതുതലമുറയെ ചേർത്ത് പിടിക്കുക, നമ്മൾ മാറ്റിക്കൊടുക്കണം, നമ്മളാണ് അവരെ തിരുത്തേണ്ടത് എന്ന്. ഇതിനു മുമ്പ് ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഒരു മതത്തെ തന്നെ തച്ചുടയ്ക്കുന്ന രീതിയിൽ കോൺഗ്രസ് മുന്നോട്ട് പോയപ്പോ അതിനെ രാജീവ് ഗാന്ധി ന്യായീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ദിരാഗാന്ധിക്കെതിരെ ആരെന്ത് ചെയ്താലും അതിനൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കൂല. പക്ഷെ അതിന്റെ പേരിൽ ഒരു മതത്തെ മൊത്തം വലിയ രീതിയിൽ ആക്രമിക്കുന്നതിനെ രാജീവ് ഗാന്ധി ന്യായീകരിച്ചത് ഈ രാജ്യം മറന്നിട്ടില്ല. ഈ ഒരു സാഹചര്യം, ഇതൊക്കെ ഈ രാജ്യത്ത് നടന്ന
അപ്പൊ ഈ രാജ്യത്തിന്റെ ഇന്നത്തെ പ്രധാനമന്ത്രി സകലതും പുറത്തു കൊടുത്ത് തന്നിലേക്ക് രാജ്യത്തെ പുതുതലമുറ ചേർത്ത് പിടിക്കുന്നത് എത്ര സുന്ദരമാണ്, എത്ര മഹത്തരമാണ്, എത്ര 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 സുന്ദരമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ പ്രധാനമന്ത്രി ഉയർത്തിപ്പിടിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് ഒരക്ഷരവും മിണ്ടില്ല എന്നുള്ള ആ യാഥാർത്ഥ്യവും സകല മലയാളികളും തിരിച്ചറിയുക.